നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സന്ധ്യാദീപം. ക്ഷേത്രത്തിലെ വിഗ്രഹം പ്രതിഷ്ഠിക്കേണ്ടത് ഒരു തപസ്വിയായിരിക്കണം. പണ്ട് മഹാത്മാക്കളായിരുന്നു പ്രതിഷ്ഠ നടത്തിയിരുന്നത്. പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹത്തിന് ശരിക്ക് ചൈതന്യം കൊടുക്കണം. എങ്കിലേ അതിൽ പൂജ ചെയ്യുമ്പോൾ ചൈതന്യം വളരുകയുള്ളൂ. ഒരു മഹാത്മാവിൽ നിന്നും മന്ത്രം വാങ്ങുമ്പോൾ എങ്ങനെ അതിന് ജീവൻ ഉണ്ടാകുമോ അതുപോലെയാണിത്. ശുദ്ധമായ മോരിൽ നിന്നും കുറച്ചെടുത്ത് പാലിൽ ഒഴിക്കുമ്പോഴേ ആ പാൽ ശരിയായ തൈരാകുന്നുള്ളൂ. പാല് തന്നെ ഒഴിച്ചാൽ തൈരാകില്ല. ഇതുപോലെയാണ് ഒരു വിഗ്രഹത്തിൻ്റെ കാര്യത്തിലും. അതിന് പ്രാണശക്തി കൂടി പകരണം. അപ്പോൾ അതിന് ശക്തിയായി. പിന്നെ പൂജ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ശക്തി വർദ്ധിക്കും. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ഭജഗോവിന്ദം ചൊല്ലുന്നത് കേൾക്കാം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. പ്രാപ്തേ സന്നിഹിതേ മരണേ പ്രാപ്തേ സന്നിഹിതേ മരണേ. നഹി നഹി രക്ഷതി ഡുഗൃഞ്ജ് കരണേ നഹി നഹി രക്ഷതി ഡുഗൃഞ്ജ് കരണേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും ഭഗവാനെ ഭജിക്കണം. ഭജ ശബ്ദത്തിന് സേവ എന്ന അർത്ഥമുണ്ട്. വെറും ഒരു ദിനചര്യയോ യാന്ത്രികമായി നടത്തുന്ന മന്ത്രോച്ചാരണമോ കീർത്തനാലാപനമോ അല്ല. ഈശ്വരനുമായി ജീവന്റെ തന്മയീ ഭാവത്തിലേക്കുള്ള പ്രയത്നമാണ് ഭജനം. ഭജഗോവിന്ദത്തിലെ ഭജ എന്ന വാക്കിൻ്റെ അർത്ഥവ്യാഖ്യാനമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം
അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഭജഗോവിന്ദത്തിലെ ആദ്യ ഭാഗം ദ്വാദശ മഞ്ജരികയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ പ്രാപ്തേ സന്നിഹിതേ മരണേ നഹി നഹി രക്ഷതിടുകൃഞ്ഞ് കരണേ. ഗോക്കളെ കൊണ്ട് വേദവാക്യങ്ങളെ കൊണ്ട് അറിയപ്പെടേണ്ടവൻ ഗോവിന്ദൻ, പരമാത്മാവെന്നർത്ഥം. ഹേ, നീ ഗോവിന്ദനെ ഭജിച്ചാലും ഗോവിന്ദനെ ഭജിച്ചാലും ഗോവിന്ദനെ ഭജിച്ചാലും 3 പ്രാവശ്യം പറയുന്നതിലൂടെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും സ്ഥൂല ശരീരം കൊണ്ടും ഭജിച്ചാലും എന്നർത്ഥം. ത്രിവിധ ഉപാധികളെ കൊണ്ടും ഭജിച്ചാലും. ഭജിക്കുക എന്ന് പറഞ്ഞാൽ ഭജ് സേവായാം എന്ന ധാതുവിൽ നിന്നാണ് ഭജ ശബ്ദം ഉണ്ടാവുന്നത്. നീ സേവിക്കൂ എന്നർത്ഥം. നീ സേവിക്കൂ. ശരീരം കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ടോ അതെല്ലാം ഭഗവാന്റെ സേവനമാകട്ടെ. നമ്മൾ ശരീരം കൊണ്ട് വിവിധങ്ങളായ ജോലികളെ ചെയ്യുന്നു, എല്ലാം ഈശ്വര പൂജയാകട്ടെ. ഈശ്വര പൂജ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും വിഗ്രഹങ്ങളിൽ ചെയ്യുന്ന പൂജയല്ല, പ്രത്യേകം യജ്ഞം എന്ന് പേരിട്ട് വിളിക്കുന്ന കർമ്മവുമല്ല. മറിച്ച് ഈ ലോകത്തിൽ നമ്മൾ എന്ത് പ്രവർത്തനം ചെയ്യുന്നുണ്ടോ സദ്ബുദ്ധിയോടുകൂടി അത് അവനവൻ്റെ ജോലി ഈശ്വരാർപ്പണഭാവത്തിൽ ചെയ്യുന്നതാവട്ടെ. സ്വകർമ്മണ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവ എന്ന ന്യായേന. അതല്ലെങ്കിൽ കഷ്ടപ്പെടുന്നവരെ, ദുഃഖിക്കുന്നവരെ, രോഗികളെ, ക്ലേശിക്കുന്നവരെ നമുക്കാവും വിധം സേവിക്കുന്നതാവട്ടെ. വിശക്കുന്ന ആൾക്ക് ഭക്ഷണം കൊടുക്കുന്നതോ, ദാഹിക്കുന്ന ആൾക്ക് വെള്ളം കൊടുക്കുന്നതോ, രോഗിക്ക് ഔഷധം കൊടുക്കുന്നതോ, ദുഃഖിതൻ്റെ ദുഃഖശമനത്തിന് നമ്മളാൽ കഴിയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതൊക്കെ അതെല്ലാം ഈശ്വര പൂജയാണ്. അതുപോലെ നല്ല വാക്കുകളെ പറയുന്നത്, കീർത്തനങ്ങളെ ചെയ്യുന്നത്, മന്ത്രങ്ങളെ ജപിക്കുന്നത്, നാമങ്ങളെ ഉച്ചരിക്കുന്നത്, മറ്റൊരാൾക്ക് അറിവിനെ പകർന്നു നൽകുന്നത്, സാന്ത്വനിപ്പിക്കുന്നത് എല്ലാം വാക്കുകൊണ്ട് ചെയ്യുന്ന സേവയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ, ഈ ലോകത്തിന് നന്മ വരട്ടെ എന്ന് മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നത് മനസ്സുകൊണ്ട് ചെയ്യുന്ന സേവയാണ്. ഇങ്ങനെ 3 വിധ കരണങ്ങളെ കൊണ്ടും നീ ഗോവിന്ദനെ ഭജിച്ചാലും എന്ന് പറയാനല്ലേ 3 പ്രാവശ്യം ഇത് ആവർത്തിച്ച് പറഞ്ഞത്. ഏതായാലും ഇവിടെ സംബോധന മൂഢമതേ എന്നാണ്. മൂഢമായ ബുദ്ധിയോടൊത്തവൻ, മായയാൽ മോഹിക്കപ്പെട്ട ബുദ്ധിയോടൊത്തവൻ, കാര്യാകാര്യ വിവേകം നഷ്ടപ്പെട്ടവൻ അഥവാ മറഞ്ഞുപോയവൻ. ആ മായയുടെ മോഹാവരണം നീക്കിയാൽ വിവേകം സ്ഫുരിക്കും. ഇപ്പോൾ നിൻ്റെ ബുദ്ധി മൂഢമാണ്, മായയാൽ മോഹിച്ചിരിക്കുന്നു, മറഞ്ഞിരിക്കുന്നു. ഈ അവസ്ഥയിൽ നിനക്ക് ഏകമായ മാർഗം ഈശ്വര ഭജനമാണ്. അല്ലാതെ വ്യാകരണം കണ്ഠസ്ഥമാക്കുന്നതല്ല. വ്യാകരണം പഠിക്കേണ്ടെന്ന് പറഞ്ഞില്ല, പഠിക്കണം. എന്നാൽ അതിൽ പെട്ടുപോകരുത്. ഈ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലും ധാതുപാഠവും കണ്ഠസ്ഥമാക്കി ഇരിക്കാതെ നീ ത്രിവിധ കരണങ്ങളെ കൊണ്ടും ഗോവിന്ദനെ ഭജിക്കൂ എന്ന് താത്പര്യം. ഇങ്ങനെ പ്രാപ്തേ സന്നിഹിതേ മരണേ, മരണം സന്നിഹിതമായി പ്രാപ്തമാകുമ്പോൾ, അടുത്ത് വന്നു ചേരുമ്പോൾ എന്നർത്ഥം. ഇതന്നെ പാഠഭേദമുണ്ട്. സംപ്രാപ്തേ സന്നിഹിതേ കാലേ, കാലം അഥവാ കാലൻ രണ്ടും ആവാം. കാലം മരണകാലം അഥവാ കാലൻ. സന്നിഹിതേ സംപ്രാപ്തേ, വളരെ അടുത്ത് വന്നു ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ഡുകൃഞ്ഞ് കരണേ എന്നുള്ളതൊന്നും രക്ഷിക്കില്ല. എപ്പോഴാണ് മരണം വരിക എന്ന് നമുക്കൊന്നും അറിയില്ല. എന്നാൽ ഒന്നറിയാം, നമുക്കൊക്കെയും മരണം വരും. അതെന്നറിയാത്തത് കൊണ്ട് നമ്മൾ അഹങ്കാരികളായി, ഗർഭിഷ്ഠരായി പലതരത്തിൽപ്പെട്ട അത്യാചാരങ്ങളെ ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ കഴിയുകയാണ്. എന്തുകൊണ്ട്? നമുക്കറിയില്ല നമ്മൾ എന്നാ മരിക്കുക. ചിലപ്പോൾ ഈ നിമിഷം മരിക്കാം, ചിലപ്പോൾ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാവാം. എന്നാൽ നിശ്ചിതമായി ഇന്നേ ദിവസം മരിക്കുമെന്നറിഞ്ഞാലോ സാമാന്യ ജനങ്ങൾ തളർന്നു പോകും. അപ്പോൾ മരണം വന്നടുക്കുന്ന സമയത്ത് ഈ വ്യാകരണ പാഠം നിന്നെ രക്ഷിക്കില്ല. ഡുകൃഞ്ഞ് കരണേ എന്ന് ധാതുപാഠം ഹൃദിസ്ഥമാക്കാൻ അല്ലെങ്കിൽ കണ്ഠസ്ഥമാക്കാൻ പരിശ്രമിക്കുന്നതൊന്നും അന്ന് നിന്നെ രക്ഷിക്കില്ല. മരണം വന്നടുക്കുമ്പോൾ
ഏത് സംസ്കാരമാണോ നമ്മളിലുള്ളത്, ഏത് വൃത്തിയാണോ നമ്മളിൽ അപ്പോൾ പ്രകാശിക്കുന്നത്, അതിനനുസരിച്ചാണ് ആ വ്യക്തിയുടെ ഗതി സംഭവിക്കുന്നത്. യം യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേവരം തം തമേവൈതി കൗന്തേയ സദാ തദ്ഭാവഭാവിത. ഏതേത് ഭാവത്തെ സ്മരിച്ചുകൊണ്ടാണോ അവസാന കാലത്ത് ശരീരം ഉപേക്ഷിക്കുന്നത്, ആ ഭാവത്തെ അയാൾ പ്രാപിക്കുന്നു എന്ന് പറയുന്ന ഭഗവാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സദാ തദ്ഭാവഭാവിത, എപ്പോഴും ആ ഭാവത്താൽ ഭാവിതനായിട്ട് എന്ന്. അപ്പം നമ്മൾ നിരന്തരം എന്താണോ വിചാരിക്കുന്നത്, എന്ത് സംസ്കാരമാണോ വളർത്തുന്നത്, അതാണ് മരണകാലത്തിലും പ്രകടമാകുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധേയമാണ്. കാരണം പലരും പറയാറുണ്ട്, മരിക്കുമ്പോൾ ഈശ്വരനെ വിചാരിച്ച് മരിച്ചാൽ മതിയല്ലോ, ജീവിക്കുമ്പോൾ എങ്ങനെ എന്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ശരിയല്ല. കാരണം ജീവിച്ചിരിക്കുമ്പോൾ ഈശ്വര വിചാരവും സദ്വിചാരവും ചെയ്ത് ആ ഒരു സംസ്കാരം നമ്മളിൽ വളർത്തിയാൽ മാത്രമേ മരണകാലത്ത് അത് പ്രകാശിക്കൂ. അതാണ് സദാ തദ്ഭാവഭാവിത എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ നീ എല്ലാവിധ ഉപാധികളെ കൊണ്ടും ഗോവിന്ദനെ ഭജിച്ചാലും എന്ന് വളരെ സ്നേഹപൂർവ്വം ഉപദേശിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് വ്യാകരണാദി ശാസ്ത്രങ്ങൾ പഠിക്കേണ്ടതില്ല എന്ന സന്ദേശമല്ല നൽകുന്നത്. മറിച്ച് വ്യാകരണം, ശബ്ദശാസ്ത്രമൊക്കെ പഠിക്കണം. അതെല്ലാം ശാസ്ത്രത്തിൻ്റെ താത്പര്യത്തിലേക്ക് ഉയരാൻ വേണ്ടിയാണ് എന്ന ബോധം നമുക്കുണ്ടാവണം. ഇപ്രകാരം ഗോവിന്ദനെ ഭജിക്കാൻ പറഞ്ഞ ശേഷം ഉപദേശിക്കുകയാണ്. മൂഢജഹീഹി ധനാഗമതൃഷ്ണാം കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം യല്ലഭസേ നിജകർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം. ഈ ശ്ലോകത്തിൻ്റെ താത്പര്യം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. സന്ധ്യാദീപം. ഇനി സനാതനധർമ്മം. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. സുഹൃതിയായിരിക്കുന്ന അംബരീഷ ചരിതത്തിലെ അടുത്ത ശ്ലോകം ഏറ്റവും പ്രധാനപ്പെട്ടൊരു ശ്ലോകമാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ബ്രാഹ്മണനായിരിക്കുന്ന ദുർവാസാവ് രുദ്രൻ്റെ ഒരു അംശമായിട്ടാണ് അവതരിച്ചിരിക്കുന്ന ദുർവാസാവ്. മനസ്സിലാക്കി വെച്ചോണം. ആ രുദ്രാവതാരത്തിലെ അംശമായിരിക്കുന്ന ദുർവാസാവ് കടന്നു വരുന്ന കാര്യമാണ്. അംബരീഷൻ മധുവനത്തിൽ ഭഗവാനെ പൂജിച്ച് ദ്വാദശി നാളിൽ പാരണ വീടാനുള്ള പ്രവേശനത്തിൽ തയ്യാറെടുക്കുമ്പോഴാണ് ആര് കടന്നു വരുന്നത്? ദുർവാസാവ്. അത് പറയുന്നു. ലപ്തകാമേരനുജ്ഞാത പാരായണ ഉപചക്രമേ തസ്യ തർഹ്യ അതിഥി സാക്ഷാത് ദുർവാസാ ഭഗവാൻ അഭൂത്. ഇവിടെ പറയുകയാണ്, ദുർവാസാവ് മഹർഷി രാജാവിൻ്റെ അതിഥിയായിട്ട് അവിടെ ആഗമിച്ചു എന്നാണ് പറയുന്നത്. ശ്രീരുദ്രാവതാരമായിരിക്കുന്ന ദുർവാസാവ് മഹർഷി ആ സമയത്തിൽ അവിടെ പിന്നെ ആവിർഭവിച്ചു. എന്നിട്ടോ തമാർച്ഛാതിഥീം ഭൂവ പ്രത്യുദ്ധാന സനാർഹിണൈ യയാജയഭ്യവകാരായ പാദമൂലമുപാഗതം. രാജാവ് ഉടനെ എഴുന്നേറ്റ് സമീപത്ത് എന്ന് കൂട്ടിക്കൊണ്ടുവന്ന് ഇരിപ്പിടം നൽകിയിരുത്തി അർഹപാദാദികൾ സമർപ്പിച്ച് പൂജ ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെയോ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് ഇന്നിവിടെ ഭിക്ഷ സ്വീകരിക്കണമെന്ന് ആശ്രമിച്ചു. അതിഥിയായിട്ട് വരുന്ന ആളുകൾക്ക് ഭിക്ഷ കൊടുക്കണം. ഇപ്പോൾ അതിഥിയായിട്ട് വന്നിരിക്കുന്ന ആളാണ് ആര്? ദുർവാസാവ് മഹർഷി. അതുകൊണ്ട് തന്നെ സർവശ്രേഷ്ഠനാണ്, തപോനിഷ്ഠനാണ്. പിന്നെ എന്തുണ്ട്, അല്പം കോപം മാത്രം കയ്യിലുണ്ടെന്ന് മാത്രം. എപ്പോൾ ആര് ഏത് രീതി നല്ലവണ്ണം സൂക്ഷിച്ച് പെരുമാറിയില്ലെങ്കിൽ അപ്പം പണി കൊടുക്കുന്ന ആളാണ് ആര്? ദുർവാസാവ്. ഇത് പല വീട്ടുകളിലും ഉണ്ടെന്നുള്ളതാണ് സാരം. പക്ഷേ ദുർവാസാവിനെ പോലെയുള്ള ഗുണങ്ങൾ പലതും ഇല്ല എന്നുള്ളതാണ്. ഏതാ? ദുർവാസാവിനാണെങ്കിൽ തപസ്സുണ്ടായിരുന്നു, തപശക്തി ഉണ്ടായിരുന്നു. അപ്പം ആ തപശക്തി കൊണ്ട് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വല്ലതും വല്ലവരും ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള അവർക്ക് കൊടുക്കേണ്ടതായിരിക്കുന്ന ദോഷങ്ങളെ അത്രയും കൊടുത്തും പോന്നു. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ദുർവാസാവ് മഹർഷി വന്നിരിക്കുന്ന ഇടമേതാ? വളരെ ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിച്ച് ഭഗവാനെ
സമ്യക്കായിട്ട് ആരാധിക്കുന്ന അംബരീഷൻ്റെ അരികിലാണ് വന്നിരിക്കുന്നത്. യഥോചിതം ആസനസ്ഥനാക്കി ഭിക്ഷ സ്വീകരിച്ചാലും എന്നുവരെ പറഞ്ഞു. അങ്ങനെ ഭിക്ഷ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ പറഞ്ഞു, പ്രതിനന്ദ്യ സതത് യാജ്ഞാം കർത്തുമാവശ്യകം ഗത നിമമജ്ജ ബൃഹധ്യായൻ കാളിന്തി സലിലേ ശുഭേ. പറയുക, അവൻ തത് ആജ്ഞ, ആ രാജാവിൻ്റെ പ്രാർത്ഥനയെ, ആ ദുർവാസാവ് മഹർഷി എന്ത് ചെയ്ത് ആ രാജാവിൻ്റെ ആജ്ഞയെ പ്രതിനന്ദ്യ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. നമ്മളെവിടെ ചെന്നാലും നമ്മളെ ആരെങ്കിലും ഏതോചിതം ആരാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നത് പോലെ ഈ ശ്രീഹരിയെ ഭക്തിപൂർവം ദ്വാദശി നാളിൽ ആരാധിച്ചു കൊണ്ടിരുന്ന രാജാവിൻ്റെ അരികിൽ വന്നപ്പം യഥോചിതം സ്വീകരിച്ചിരുത്തിയപ്പോൾ അത് സന്തോഷപൂർവ്വം സ്വീകരിച്ചിട്ട് അവശ്യകം കർത്തും കഥ, ആവശ്യത്തെ നിത്യകർമ്മങ്ങളെ അനുഷ്ഠിപ്പാനായിക്കൊണ്ട് ഗമിച്ചു. എവിടേക്കാണ് പോയത്? കാളിന്തി സലിലെ ശുദ്ധമായ കാളിന്തി ജലത്തിലേക്ക് പോയി. ദുർവാസാവ മഹർഷി എങ്ങോട്ട് പോയി? കാളിന്തി സലിലത്തിലേക്ക് പോയി. ബൃഹധ്യായൻ ബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ട് ബ്രഹ്മധ്യാനത്തിൽ നിരതനായിക്കൊണ്ട് നിമജ്ജനം ചെയ്തു. അങ്ങനെ അങ്ങ് ഇരുന്നു എന്നാണ്. രാജാവിൻ്റെ യാതൊരു പ്രാർത്ഥനയുണ്ടോ അതിനെ സന്തോഷപൂർവ്വം സ്വീകരിച്ചിട്ട് കാളിന്തി എന്ന് പറയുന്ന പരിശുദ്ധ ജലത്തിൽ സ്നാനം ചെയ്ത് അതിൻ്റെ തീരത്തിരുന്ന് ബ്രഹ്മധ്യാനത്തിൽ നിരതനായിരുന്നു. മുഹൂർത്താർത്ഥാവശിഷ്ടായാം ദ്വാദശ്യാം പാരണം പ്രതി ചിന്തയാമാസ ധർമ്മജ്ഞോ ദ്വിജൈ തദ്ധർമ്മസങ്കടേ. രാജാവ് ഇവിടെ സങ്കടത്തിലായി. ദ്വാദശി കഴിയാൻ ഇനി ഒരു നാഴികയേ ഉള്ളൂ. ദ്വാദശി പാരണ വീട്ടേണ്ട നാഴിക അടുത്തിരിക്കുന്നു. അങ്ങനെ ഒരു നാഴിക ഉള്ളത് വരെ കാത്തിരുന്നു ദ്വാദശിക്ക് വേണ്ടിയിട്ട്. മഹർഷി സ്നാനം കഴിഞ്ഞ് മടങ്ങി വന്നിട്ടില്ല. അവിടെ എന്ത് ചെയ്യുക? ധ്യാനത്തിൽ മുഴുകിയിരിക്കുക. സ്നാനവും കഴിഞ്ഞ് തീരത്ത് മാറി തപസ് ചെയ്തിരിക്കുകയാണ് ആര്? ദുർവാസോ മഹർഷി. അങ്ങനെ വ്രതപൂർത്തി വരുത്തുന്നതിന് ഉള്ള സമയം അടുത്തിരിക്കുന്നു. ദ്വാദശി നാളിൽ തന്നെ പാരണ വീഴ്ത്തണം. അങ്ങനെ പാരണയ്ക്കുള്ള സമയം അതിക്രമിക്കുന്നു. അപ്പോൾ ഉടനെ എന്ത് ചെയ്ത്? അതിഥിയായിരിക്കുന്ന മഹർഷി വരാണ്ട് പാരണ വീട്ടുന്നതും ഉത്തമമല്ല. എന്താ കാര്യം? അതിഥി ദേവോ ഭവ. അതിഥിക്ക് കൊടുത്തിട്ട് വേണം പാരായണ തനിക്ക് എന്തെങ്കിലും കഴിക്കാൻ. അതിന് അതിഥിയായിരിക്കുന്ന ആൾ വന്നു ചേർന്നുമില്ല. ദ്വാദശിയിൽ പാരായണ വീട്ടിയില്ലെങ്കിൽ വ്രതം എടുത്തിരിക്കുന്നതും ഫലപൂർത്തീകരിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെ സമുചിതമല്ലല്ലോ മഹർഷിക്ക് കൊടുക്കുന്നതെന്ന് വിചാരം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് തൻ്റെ ധർമ്മം നിർവഹിക്കേണ്ടതെന്നുള്ള ദുഃഖം മനസ്സിൽ വരുത്തിക്കൊണ്ട് രാജാവിനെ പാരണ കഴിക്കാനായിട്ട് എന്താണ് ഇനി ഉചിതമായ മാർഗമെന്ന് ആലോചിക്കാൻ പണ്ഡിതശ്രേഷ്ഠരായിരിക്കുന്ന ആചാര്യന്മാരോട് പ്രാർത്ഥിച്ചു. തനിക്ക് എന്തെങ്കിലും ഒരു ഉപായം പറഞ്ഞു തരണമെന്ന് രാജാവ് അവരോട് പ്രാർത്ഥിക്കുകയാണ്. കാര്യം എന്താ? ഇവിടെ ഒരു ധർമ്മസങ്കടത്തിലായി. രാജാവ് വ്രതമെടുത്തിരിക്കുന്നതിന് ഒരു യാമം കൂടെ ഉള്ളു പാരണ വീട്ടാനായിട്ട്. അങ്ങനെയുള്ള സമയത്ത് ദുർവാസാവ് മഹർഷി വന്നു ചേർന്നു. അദ്ദേഹത്തെ യഥോചിതം ആചരിച്ചു. എന്നിട്ട് അദ്ദേഹം കുളിക്കാൻ കാളന്തിയിലേക്ക് പോയി. പാരണ വീട്ടേണ്ട സമയത്തും എത്തിച്ചേർന്നില്ല. അതിനു വേണ്ടിയിട്ട് ഈ കർമ്മം എങ്ങനെ നിറവേറ്റാം, പൂർത്തീകരിക്കാമെന്നുള്ള കാര്യം പണ്ഡിതശ്രേഷ്ഠരായ ആചാര്യശ്രേഷ്ഠരോട് ആര് ചോദിക്കുകയാണ്? നമ്മുടെ രാജാവ് ചോദിക്കുകയാണ്. ഇവിടെയാണ് ഏതൊരു കർമ്മവും നമുക്ക് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചുകൊണ്ട് അത് പൂർത്തീകരിക്കുന്നതായിരിക്കും ഉചിതമെന്നുള്ള കാര്യം കൂടി ഭാഗവതം നമ്മളോട് സൂചിപ്പിക്കുകയാണ്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ എല്ലാ കാര്യത്തിലും എല്ലാവർക്കും അറിവുണ്ടാകണമെന്നില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനകത്ത് നമുക്കെല്ലാവർക്കും അറിവ് യഥോചിതമല്ലെങ്കിൽ അറിയാവുന്ന ആളുകളോട് ചോദിച്ചുകൊണ്ട് അത് നിറവേറ്റി പൂർത്തീകരിക്കണമെന്നുള്ള ആശയം മുന്നോട്ട് വയ്ക്കുന്നു ഭാഗവതം. എല്ലാവരും എല്ലാ കർമ്മങ്ങളിലും ശ്രദ്ധയും ജാഗ്രതയും ഉള്ളവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.
जगन्नाथनाथं सदानन्दभाजां भवाद्भव्यभूतेश्वरं भूतनाथं शिवं शङ्करं शम्भुमीशानमीडे प्रभु प्राणनाथं विभुं विश्वनाथं